ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈവനിങ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ വേറൊരു സാധനവും മേടിക്കാനും ഉണ്ട്. എന്നാൽ പിന്നെ നടന്നു പോയേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ രാത്രി മാത്രമല്ല പകലും നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. ആ ചൂടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു മാർച്ച് വരെ ഈ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നടക്കാനും ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതേ സ്പിന്നീസിൽ എത്തിയിട്ടുണ്ട് കുറച്ച് പോർക്ക് മേടിക്കാനായിട്ട്. വേഗം തന്നെ അവിടുന്ന് സാധനം മേടിച്ച് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല നമുക്ക്. അങ്ങനെ എന്താണേലും തിരിച്ച് നമ്മൾ റൂമിലേക്ക് നടന്നു പോരുകയാണ് കേട്ടോ. അങ്ങനെ നടന്നു പോരുമ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും ഫുഡൊക്കെ കഴിച്ച് വെളുപ്പിന് 2 മണി 3 മണി 4 മണി വരെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാൻ പറ്റിയൊരു സ്ഥലം തന്നെ അല്ലേ. നോക്കിക്കേ എത്ര ഭംഗിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. റോഡ് ഫുള്ള് ഭയങ്കര തിരക്കാണ് കേട്ടോ. കാരണം നാഷണൽ ഡേയുടെ ആ ഒരു ഇത് കഴിഞ്ഞതിൻ്റെയും പിന്നെ അത് മാത്രമല്ല ഈ ഒരു സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കും നല്ലൊരു തിരക്കുള്ള സമയമാണ് ണല്ലോ. അധിക സമയമൊന്നും ആയിട്ടില്ല, 6:30 7 മണി പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്. എന്താണേലും നമ്മളിങ്ങനെ നടന്ന് റൂമിൻ്റെ അങ്ങോട്ടേക്ക് സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് മാത്രമല്ല എത്ര ഭംഗിയായിട്ടാണല്ലേ ഇവിടെ സൂക്ഷിക്കുന്നത്. അത്ര നീറ്റാണ് കേട്ടോ ഇവിടെ എല്ലായിടവും. ഇവിടെ നിലത്തിരിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നമ്മളിത് റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് നമ്മളൊരാളെ കണ്ടിട്ടുണ്ട്. സായിക്ക് വലിയ സന്തോഷമായിട്ട് ഇവനെ കണ്ടപ്പം. റോഡ് ഫുള്ള് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങും തന്നെ ഇരുട്ടുണ്ടാവാറില്ല കേട്ടോ. എന്താണേലും രാത്രിക്ക് ഇങ്ങനെ ഒരു നടപ്പ് നല്ലൊരു രസമുള്ളൊരു കാഴ്ചകൾ കൂടി തന്നെയാണ് കേട്ടോ. നേരിട്ട് കാണാൻ വളരെയധികം ഭംഗിയാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന ഈ ചെടികളില്ലേ, ഈ തണുപ്പ് കാലമാകുമ്പോൾ കൂടുതലും ഇതിങ്ങനെ റോഡ് സൈഡിൽ കൂടെ നട്ടു വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല രസമാണ് അത് കാണാനായിട്ട്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളറുണ്ട്. പിങ്ക്, വയലറ്റ്, പിന്നെ വൈറ്റ് കളറ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കളറുകൾ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരേ ടൈപ്പ് തന്നെ ഇങ്ങനെ നട്ടു വെച്ചേക്കുന്നത് കാണാൻ വലിയ ഭംഗിയാണ്. അത് ഈ തണുപ്പ് കാലം കഴിയുന്നവരെ ആ ചെടി ഉണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഫോണിൽ കൂടെ എനിക്കറിയില്ല എത്രത്തോളം ഇത് നന്നായി ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നേരിട്ട് കാണുന്ന ഒരു ഭംഗി നല്ല രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ സായി അച്ഛൻ ദേ ഒരു സൈഡിൽ കൂടെ തന്നെ പോകുന്നുണ്ടോ, ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ സൈഡിലേക്കൊരു വലിവ് വന്ന് വന്ന് റോഡിൽ നിന്നും ഇപ്പം സായി എവിടേക്ക് അച്ഛയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയെന്ന് മനസ്സിലായില്ലേ? വേറെ എങ്ങോട്ടുമല്ല, അവൻ പാർക്ക് കണ്ടപ്പോൾ പാർക്കിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇവിടെ അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. എന്താണേലും അധികം ഫാമിലീസൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അവൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടി കേട്ടോ. അവന് വരാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദീപുചേട്ടനും ദീപാച്ചിയും അമ്മുച്ചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പോകുന്നു കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു സ്ഥലം വരെ കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഇപ്പോൾ തമിഴ്നാട്ടിലിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അതെ, ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ പോയൊരു ഫീലാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ദീപാച്ചി ഇവർ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ് നല്ല ടേസ്റ്റുള്ള ഫുഡാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു തമിഴ്നാട് പോയൊരു ഫീല് തന്നെയാണ്. കാരണം അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, തമിഴ് ചാറ്റിലാണ് കേട്ടോ വന്നത്. ഫുള്ള് തമിഴിൽ അങ്ങനെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അവിടുത്തെ. പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു. നമ്മൾ മസാല ദോശയും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മഷ്റൂം മസാല ദോശ, പിന്നെ ചില്ലി പൊറോട്ട, അങ്ങനെയൊക്കെ ഐറ്റംസാണ് പറഞ്ഞത് കേട്ടോ. അവിടെ വെജും നോൺ വെജും എല്ലാം കിട്ടും. നല്ല ടേസ്റ്റായിരുന്നു. സായിയും അമ്മുച്ചേച്ചിയും വളരെ സ്നേഹത്തോടു കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നുണ്ട്. എപ്പോഴാണ് അടി വെക്കുന്നതെന്ന് മാത്രം ഞങ്ങൾക്കറിയില്ല കേട്ടോ. പിന്നെ മസാല ദോശയുടെ ചട്നികളാണേലും വളരെ ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ ചില്ലി പൊറോട്ട നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ഫുഡ്.
അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. എന്നാൽ പിന്നെ അടുത്ത് തന്നെയുള്ള മാർക്കാസേവി കയറിയേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ കയറി. ദേ സായിക്കുട്ടന് പറ്റിയൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്, അമ്മു ചേച്ചിക്കും പറ്റിയൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പേര് കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ. സായിക്കുട്ടനാണെങ്കിൽ അപ്പോഴത്തേക്കും വേറൊരു കണ്ണാടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ദേ അതും വെച്ചുകൊണ്ട് കുറേ നേരമൊക്കെ അവിടെ നടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.